ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര സിംഗപ്പൂരിലേക്കാണ്. അതും ബൈ റോഡ്. യെസ്, നമ്മളിപ്പോഴുള്ള മലേഷ്യയിൽ നിന്നും ബൈ റോഡാണ് നമ്മൾ സിംഗപ്പൂരിലേക്ക് പോകാൻ പോകുന്നത്. അതും ബസ്സിലാണ് നമ്മളുടെ ട്രാവലിംഗ്. ബസ്, ട്രെയിൻ അങ്ങനെ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ മലേഷ്യൻ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ബസ് കയറാനായിട്ട് മലേഷ്യൻ ഇമിഗ്രേഷൻ്റെ താഴെയുള്ള 950 പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് പേയ്മെൻറ്റിനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പൈസ കൊടുത്തിട്ടായാലും പോവാം. ഞാൻ ഡയറക്റ്റ് പൈസ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടോക്കൺ പോലത്തെ ഒരു ടിക്കറ്റ് കിട്ടും. ഇതാണ് നമുക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ്. യെസ്, നമ്മൾ നേരെ പോകുന്ന വുഡ്ലാൻഡ്സിലേക്കാണ്. ഏകദേശം JBയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രം ലെങ്ത്തുള്ളൊരു ബ്രിഡ്ജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വുഡ്ലാൻഡ്സിലെത്താം. പബ്ലിക് ട്രാൻസ്പോർട്ട് ആയ കാരണം തന്നെ ഒരു റഷും തിരക്കും കാര്യങ്ങളും ക്യൂ ഒന്നും നിൽക്കാതെ എത്രയും പെട്ടെന്ന് വുഡ്ലാൻഡ്സിലെത്താൻ പറ്റും. അങ്ങനെ ബസ് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ കാർഡ് തിരിച്ച് ടാപ്പ് ചെയ്യണം. എന്നാലാണ് നമ്മൾ സിംഗപ്പൂരിലാണെങ്കിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടും പിന്നെ സൈക്കിളും അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കാനിയൻ പാർക്ക് എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ ഏരിയ ആണ് ഇവിടെ. എവിടെ തിരിഞ്ഞാലും ഫോട്ടോ ഫ്രെയിംസാണ്. അതിരാവിലെ വന്നില്ല എന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ ക്യൂ വരെ നിൽക്കേണ്ടി വരും. ഈ ഒരു ടണലിലൂടെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കുന്നൊരു വ്യൂ ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ ക്യൂ ആണ്. നമ്മളെത്താൻ കുറച്ച് വൈകിയോണ്ട് കുറച്ച് നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. എന്നാലും കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ടായാലും നമുക്ക് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടി. നേരത്തെ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ മെട്രോ. ടാക്സി ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെട്രോ, അതുപോലെ പിന്നെ ബസ്സും ഒക്കെ തന്നെയാണ്. ഇവിടുത്തെ മെട്രോ സിംഗിൾ ലൈൻ അല്ല. അതുകൊണ്ട് ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഇതാണ് മെട്രോയുടെ മാപ്പ്. ഫ്രം ടു ഇൻ ബിറ്റ്വീൻ കണക്ഷൻസ് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എന്നാലും 1-2 വട്ടം നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ശീലമാവും. അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്രയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയ പോലെ. എവിടെ നോക്കിയാലും നീറ്റ് ആൻഡ് ക്ലീൻ. മെട്രോ സ്റ്റേഷനിലായാലും ബസ്സിലായാലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈസി ലിങ്കിൻ്റെ കാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കാർഡ് റീചാർജ് ചെയ്യാനുള്ള മെഷീനും എല്ലാ മെട്രോ സ്റ്റേഷനിലും ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഈസി ലിങ്കിൻ്റെ കാർഡിൽ ഒരു $10 റീചാർജ് ചെയ്യുന്നതാണ്. ഇത് റീചാർജ് ചെയ്ത് നമുക്ക് എല്ലാ മെട്രോയിലും ടൈപ്പ് ചെയ്ത് ഉള്ളിലേക്ക് കിടക്കാനും അതുപോലെ കഴിഞ്ഞ് കഴിയുമ്പോൾ റിട്ടേൺ ടൈപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർഡാണ്. ലൈക്ക് ഒരു ATM കാർഡ്. നമ്മൾ ATM കാർഡ്, സിംഗപ്പൂർ ATM കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടായാലും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലൊക്കെ നമുക്ക് ഈ ഒരു റീചാർജിങ് പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് കാർഡൊക്കെ റീചാർജ് ചെയ്ത് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി. എന്താ പറയേണ്ടത്, അടിപൊളി ഒരു മെട്രോ സ്റ്റേഷൻ. മെട്രോൻ്റെ ഉള്ളിലാണെങ്കിലും ആരും ആരെയും മൈൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യം, ഓൺ ബിസിനസ് നോക്കി അവരുടേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ആൾക്കാരാണ് മെട്രോ സ്റ്റേഷനിൽ മൊത്തം. ഒരു ഒച്ചയില്ല, ഒരു ഒച്ചപ്പാടില്ല, ആർക്കൊരു ബുദ്ധിമുട്ടില്ല, ആർക്കൊരു ബഹളം ഇല്ലാണ്ട് അവരവരുടെ കാര്യങ്ങളിൽ മുഴുകി പോകുന്നു. അങ്ങനെ നമ്മൾ ഈ മെട്രോ ഒക്കെ കയറി പോകാൻ പോകുന്നത് സിംഗപ്പൂരിൻ്റെ ശരിക്കും ഒരു സെൻട്രൽ പോർഷനിലേക്കാണ്. അതായത് സിംഗപ്പൂർ റിവറിൻ്റെ ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ. അതായത് മെറീന ബേ, അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സിംഗപ്പൂർ സ്റ്റാച്ചു ഉണ്ടല്ലോ, ഹാഫ് ലയൺ ഹാഫ് ഫിഷിൻ്റെ ഒക്കെ ഉള്ള ഒരു സ്റ്റാച്ചു. ആ ഒരു ഏരിയ ഒക്കെ അടങ്ങിയ ശരിക്കും പറഞ്ഞ ഒരു ഹാർഡ് പോർഷൻ എന്ന് പറയാം. ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഫ്രെയിമിൽ കാണുന്നത് ഒരു പെട്രോളിംഗ് റോബോട്ടാണ്. സിംഗപ്പൂർ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ പെട്രോളിംഗ് ചെയ്യുന്ന റോബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. വളരെയധികം സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സിംഗപ്പൂർ. അതുകൊണ്ട് ഈ നഗരത്തിൽ എവിടെ നോക്കിയാലും ക്യാമറ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്രൈംസൊക്കെ വളരെ കുറവാണ്. എല്ലാവരുടെയും വളരെ നീറ്റാണ്. റോഡിൽ തുപ്പിയതിന് $350 ഫൈൻ കിട്ടിയ ഒരു ഫ്രണ്ടിന് വരെ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ട്. മെട്രോയിൽ വെള്ളം കുടിച്ച ഫൈനാണ്, ഭക്ഷണം കഴിച്ച ഫൈനാണ്. അങ്ങനെ ഈ രാജ്യത്ത് മുക്കിലും മൂലയിലും ഫൈനാണ്. പക്ഷേ ഈ രാജ്യം ഫൈൻ ഈടാക്കുന്നത് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, രാജ്യം നന്നാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക വില തന്നെ ഉള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ രാജ്യം, ഇവിടുത്തെ ആൾക്കാരുടെ ഹെൽത്തിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ആൾക്കാർ കൂടുതലും വ്യായാമപ്രിയരാണ്. സൺഡേ ആയാലും ഹോളിഡേ ആയാലും മഴയുള്ള ദിവസമായാലും വെയിലുള്ള ദിവസമായാലും ആൾക്കാർ ഓടുന്നു, സൈക്ലിംഗ് ചെയ്യുന്നു, ജോഗിങ് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിംസിൽ കൂടുതലും ആൾക്കാർ ഈ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്.
അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത്. നേരെ ഓപ്പോസിറ്റ് മെറീന ബേയുടെ ഫ്രണ്ടിലായിട്ട് വെള്ളത്തിൻ്റെ നടുക്ക് ഒരു റൗണ്ട് ആകൃതിയിലുള്ളൊരു ബിൽഡിങ്. എന്താണെന്ന് അറിയാനായിട്ട് കൂടുതൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു ആപ്പിളിൻ്റെ ഷോറൂമാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെയധികം കൗതുകമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. വെള്ളത്തിൻ്റെ അടിയിലൂടെ വേണം ഈ കാണുന്ന ആപ്പിളിൻ്റെ ഷോറൂമിലേക്ക് കടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അത് ഉന്നം വെച്ചുള്ള നടത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ടണലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെങ്കിലോ ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മാൾ ഉന്നം വെച്ച് നടക്കാൻ തുടങ്ങി. വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒന്ന് മാറ്റണം, കുറേ നാളത്തെ ആഗ്രഹമാണ്. പിന്നെ ഒരു കേസും വാങ്ങാം. അങ്ങനെ നമ്മൾ നേരെ മാളിൻ്റെ ഉള്ളിലേക്ക്. എങ്ങോട്ട് തിരിഞ്ഞാലും വാവ് എലമെൻറ്റ്സ് മാത്രം. സിംഗപ്പൂർ വന്നിട്ട് ഇങ്ങനെ കിടന്ന് നടന്നാലുള്ള അതിൻ്റെ ഉപയോഗവും അതിൻ്റെ പ്രാധാന്യവും ഞാനങ്ങനെ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ആ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലൂടെ തേരാപ്പാര കുറേ ചുറ്റി നടന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ടണൽ കണ്ടെത്തിയത്. അതെ, ആപ്പിളിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ടണൽ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അടിയിലാണെന്നോ അല്ലെങ്കിൽ ഈ ടണൽ വെള്ളത്തിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പാതയാണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നോർമൽ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുന്നൊരു ഫീല് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ വാച്ചിന് ആവശ്യമായിട്ടുള്ള സ്ട്രാപ്പും കേസും അങ്ങനെ അതിൻ്റെ പല മോഡലും വേരിയേഷൻസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് വിചാരിച്ചൊരു സാധനം അവിടെ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റിയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു ടണലിലാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഗോളാകൃതിയിലുള്ള ആപ്പിളിൻ്റെ ഷോറൂമിലേക്കുള്ള ഒരു പാസിങ് മാത്രമാണ് ഈ കാണുന്നത്. ശരിക്കുള്ള ഗോളത്തിലേക്കുള്ളൊരു വഴി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നേരെ ആ ആപ്പിളിൻ്റെ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇതാണ് അവിടെ ഞാൻ കണ്ടത്. പറഞ്ഞറിയിക്കുന്നതിലും ഭേദമാണ് നിങ്ങൾ നേരിട്ട് കാണുന്നത്. കണ്ണ് ബൾബായി നിന്നൊരവസ്ഥ. ഇത് എന്തെന്നാ പറയുക കണ്ടിട്ട്. ഈ ഐഡിയ ആലോചിച്ച് കണ്ടുപിടിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്ത ആൾക്കിരിക്കട്ടെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഈ വാട്ടർ ഫൗണ്ടനും ഈ ബോട്ടിംഗ് ഏരിയയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാം, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, ഷോപ്പിംഗ് ചെയ്യാം. ഇങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ഡെയിലി ലൈഫിലുള്ള വ്യായാമത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടെ വയസ്സായ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ അത് വെറുതെ കൊടുക്കല്ല. ഈ വയസ്സായ ആൾക്കാരുടെ കയ്യിലൊക്കെ ഒരു സ്മാർട്ട് വാച്ച് കാണും. അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് ആ ഒരു പെൻഷൻ കിട്ടുള്ളൂ. അതായത് കുറച്ച് നേരം നടക്കണം. അവരെപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഗവൺമെൻറ് നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആക്റ്റീവാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിന് അതിൽ നിന്ന് കിട്ടാനായിട്ടൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഹെൽത്തിലാണ്. അപ്പോൾ ഇവരുടെ ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന മലേഷ്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലേഷ്യയിലാണെങ്കിൽ തൊട്ടപ്പുറത്തൊരു കടയിൽ പോകണമെങ്കിൽ വരെ ഒരാളും നടന്നു പോകുന്ന പരിപാടിയില്ല. എല്ലാവരും സ്വന്തം വെഹിക്കിളിൽ, കാറിലോ ബൈക്കിലോ അങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും നേരെ ഓപ്പോസിറ്റാണ്. എല്ലാവരും നടക്കുന്നു, എങ്ങോട്ട് പോകണമെങ്കിലും സൈക്കിൾ യൂസ് ചെയ്യുന്നു. നമുക്ക് എല്ലായിടങ്ങളിലും നമുക്ക് റെൻ്റലിന് സൈക്കിൾ എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷനും നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ സ്വന്തം സൈക്കിളായാലും റെൻ്റഡ് സൈക്കിളായാലും ഇല്ലെങ്കിൽ കുറേ നടന്നിട്ടും ഒക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അങ്ങനെ ഈ മാളിൽ കുറേ നേരം വണ്ടടിച്ച് നടന്നതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോയി അടുത്ത സ്പോട്ടിലേക്ക്. നടന്ന് ക്ഷീണിച്ച് അവിടെ എത്തിയെങ്കിലും പക്ഷെ കണ്ട കാഴ്ച അതൊന്നൊന്നര കാഴ്ചയായിരുന്നു. യെസ്, ദ ഫേമസ് ആയിട്ടുള്ള ഗാർഡൻ ബൈ ദ ബേയിലേക്കാണ് അടുത്ത യാത്ര. ഏക്കർ കണക്കിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗാർഡൻ, അതിൻ്റെ ഒത്ത നടുക്കായിട്ട് സൂപ്പർ ട്രീ ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റപ്പ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗാർഡനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെർട്ടിക്കൽ ഗാർഡൻ്റെ പുതിയൊരു സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ കാണുന്ന വ്യൂവിലും അടിപൊളിയാണ് രാത്രി ഇത് കാണാനായിട്ട്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ബ്രിഡ്ജും പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജിൽ കയറാനായിട്ട് എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ മുകളിൽ കയറാം. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടുത്തെ ഒരു ആംബിയൻസും ആ ഒരു ഗാർഡനും ആ ഒരു വൈബും. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് ചാങ്കി എയർപോർട്ടിലേക്കാണ്. ഇതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള എയർപോർട്ടാണ്. ഏകദേശം 4 ടെർമിനലുകളാണ് ഇതിലുള്ളത്. 5ാമത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ മുന്നേ വരെ എൻ്റെ പെങ്ങളും അളിയനും ഇവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അന്ന് എനിക്കിവിടെ വരാൻ പറ്റിയിരുന്നില്ല. വേൾഡിലെ തന്നെ ബെസ്റ്റ് എയർപോർട്ടാണ് ഈ ചാങ്കി എയർപോർട്ട്. അത് ഒരു വട്ടമല്ല ഈ അവാർഡ് കിട്ടിയാണ്, പല വട്ടം ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജ്വൽ ചാങ്കി എന്ന് പറയുന്ന ഈ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോളും ഈ ഇൻസൈഡ് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാൻ പറ്റുക. കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവർക്ക് ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസാണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡോർ വാട്ടർഫോൾസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. എനിക്കിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ തോന്നിയത് പണ്ട് ചെറുപ്പത്തിൽ കണ്ട ജുറാസിക് പാർക്ക് സിനിമയാണ്. അതേപോലത്തെ ഒരു ആംബിയൻസ് ആണ്. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഫുള്ള് പച്ചപ്പ്, ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലുള്ളൊരു വെള്ളച്ചാട്ടം എന്ന് പറയും, അതേ സെറ്റപ്പ് തന്നെ. നേരെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മെട്രോ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല മഴയുള്ള സമയത്ത് അതിരപ്പള്ളി കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴുള്ളൊരു ആംബിയൻസ് ഇല്ലേ, അതേ വൈബ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ടെർമിനൽ 2-ലുള്ള ഈ വാട്ടർഫോൾസ് കാണാനായിട്ടാണ്. ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ്, അതും ഓപ്പൺ ഏരിയയിൽ, ചുറ്റിലും ഇങ്ങനെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കോൺസെപ്റ്റിലാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എയർപോർട്ട് ഫുള്ള് നേച്ചർ ഫ്രണ്ട്ലിയാണ്. എവിടെ നോക്കിയാലും ചെടികളും ഇതേപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളും ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള ചെടികൾ കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. കുറേ വെർട്ടിക്കൽ ഗാർഡൻ ഏരിയ, കുറേ നാച്ചുറലായിട്ടുള്ള ചെടികൾ, അങ്ങനെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു എയർപോർട്ടാണത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഇതാണ് ബുഗി സ്ട്രീറ്റ്. കുറച്ച് തിരക്കേറിയ ഒരു വാണിജ്യ പ്രദേശമാണ് ഈ ബുഗി സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത്. സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു ഐലൻഡാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതേപോലെ ഏകദേശം 64 ചെറിയ ചെറിയ ഐലൻഡുകൾ കൂടി ചേർന്നിട്ടാണ് ഈ സിംഗപ്പൂർ ഫുള്ളായിട്ട് ഒരു സിറ്റിയായി മാറുന്നത്. ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഈ സിംഗപ്പൂർ. ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും നടക്കുന്ന കാരണം ഏറ്റവും കൂടുതൽ സ്പീഡിൽ നടക്കുന്ന ആൾക്കാരുള്ള രാജ്യം എന്നുകൂടി ഈ രാജ്യത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 6.15 km/h ആണ് ഇവിടുത്തെ ആൾക്കാർ സഞ്ചരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഏകദേശം പകുതിയോ അല്ലെങ്കിൽ അതിലധികമോ മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഇത് പ്രകൃതിദത്തമായതും പിന്നെ കുറേയൊക്കെ ഇവിടുത്തെ ആൾക്കാർ വെച്ച് പിടിപ്പിച്ചതുമാണ്. ക്ലൈമറ്റൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെ ഒരു മെത്തേഡ് മുഖാന്തരം ഇവർ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോകുന്ന ബുഗി സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. പ്രധാനമായിട്ടും ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പറ്റിയൊരു ഏരിയയാണ് ഈ ബുഗി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളെയാണ് ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോവനിയേഴ്സും പല ടൈപ്പിലുള്ള ബാഗുകളും അങ്ങനെ പല വെറൈറ്റി ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മുടെ നാടായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറേ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ജ്യൂസ് കുടിക്കാനായിട്ട് പോയി. പൈസ ഇട്ട് ഞെക്കി കഴിഞ്ഞാൽ മെഷീൻ തന്നെ ഓറഞ്ച് എടുത്ത് ഞെക്കി പിഴിഞ്ഞ് ജ്യൂസാക്കി നമുക്ക് തരുന്നൊരു മെഷീൻ. നമ്മുടെ നാട്ടിലും ഈ മെഷീനൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്നൊരു ഓറഞ്ച് ജ്യൂസും കഴിച്ചു. സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നേരെ വണ്ടി തിരിച്ചു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. യാത്ര പിന്നെ പറയണ്ടല്ലോ, 2-3 മെട്രോ മാറി കയറി, ബസ് മാറി കയറിയിട്ടൊക്കെയാണ് നമ്മൾ അടുത്തൊരു സ്ഥലത്തിലേക്ക് എത്തുന്നത്. പിന്നെ കുറേ സ്ഥലത്ത് ഈ മൂവിങ് വാക്ക് വേ ഉള്ള കാരണം പകുതി പണി അതെടുത്തോളൂ കേട്ടോ. നമ്മൾ ഈ മൂവിങ് വാക്ക് വേയിലായാലും എസ്കലേറ്ററിലായാലും വെറുതെ നിൽക്കണമെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിലൂടെ എപ്പോഴും സ്പീഡിൽ പോകേണ്ട ആൾക്കാർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ അതെപ്പോഴും ഒഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അതിനും ചിലപ്പോൾ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് സെൻറ്റോസ ഐലൻഡാണ്. അപ്പോൾ നമ്മൾ മെട്രോ ഒക്കെ കയറി നേരെ സെൻറ്റോസ ഐലൻഡിലെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് സെൻറ്റോസ ഐലൻഡിലേക്ക് പോകാനായിട്ട് പ്രധാനമായിട്ട് 3 മാർഗ്ഗമാണുള്ളത്. ഫസ്റ്റ് നമുക്ക് മോണോ റെയിലുണ്ട്, ഇല്ലെങ്കിൽ ഫെറി ഉണ്ട്, ഇല്ലെങ്കിൽ മുകളിലൂടെ പോകുന്ന കേബിൾ കാറുണ്ട്. ഈ 3 ഓപ്ഷനിലൂടെ ആയിട്ടാണ് നമുക്ക് ഈ ഐലൻഡിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. അപ്പം മെയിൻ ലാൻഡിലിരുന്ന് സെൻറ്റോസ ഐലൻഡ് നോക്കി കാണുമ്പോഴുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ക്രൂയിസ് ഷിപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മോണോ റെയിൽ പോണത് കാണാം. നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ നടന്നും വേണമെങ്കിൽ നമുക്ക് ഈ ഐലൻഡിലേക്ക് എത്താം. പക്ഷേ നമ്മൾ ഈ 12 മണിക്കൂർ ട്രാവലിങ്ങിൽ തന്നെ ഏകദേശം 20 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ നടന്നത്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് മോണോ റെയിലിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മോണോ റെയിലിൽ പോകാനായിട്ട് നമ്മൾ നോക്കി നടക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഈ ഹോട്ടൽ പെട്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് കൗതുകത്തിൻ്റെ പുറത്ത് ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് സിംഗപ്പൂരിൻ്റെ ചരിത്രത്തിലെ പണ്ടത്തെ എന്താ പറയുക മാർക്കറ്റുകൾ, ഇല്ലെങ്കിൽ പണ്ടും മോഡലുണ്ടായിരുന്ന ഹോട്ടലുകൾ, അതേ ഒരു വ്യൂവിലാണ് ഇവരിപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക ഒരു 80s 70s എത്തിയൊരു ഫീലാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ നമുക്ക് പുറത്ത് ഒരു കാഴ്ചകളായിട്ട് ഒരു കണക്ഷൻസും ഇല്ല. ഫുള്ള് ആംബിയൻസും ഈ എന്താ പറയുക പണ്ടത്തെയൊക്കെ ഓരോരോ വീടുകളുടെയൊക്കെ മേൽക്കൂരയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് അവിടെ കാണാം. ഓരോ കോഴികളെയൊക്കെ അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അവിടുത്തെ ഫുഡുകളായാലും ഈ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്തെ ഫുഡുകളും ഡിഷുകളാണ് അവർ സെർവ് ചെയ്യുന്നത്.
ഇരിക്കുന്ന ടേബിൾസ് ആണെങ്കിലും ഷോപ്പിൻ്റെ ആംബിയൻസ് ആണെങ്കിലും ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ ആംബിയൻസ് ആണെങ്കിലും ഒക്കെ ഒരു 70s 80s വൈബിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മളൊരു ഫിലിം സിറ്റിയുടെ ഉള്ളിലൊക്കെ പോയൊരു ഫീൽ. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിലായി പോകുമെന്ന് പറയില്ലേ, ആ ഒരു ലൂപ്പിലായി പോകുമെന്ന് പറയില്ലേ, അതേ ഒരു അവസ്ഥയാണ്. ആ ഒരു ഇത് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ ഞാൻ ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. എന്താ പറയുക, കണ്ടിട്ടും മതിയാവുന്നില്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. പല ടൈപ്പിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വെള്ളം മാത്രം കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭക്ഷണം മാത്രം കിട്ടുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഭക്ഷണങ്ങളിൽ തന്നെ പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും ഇവർ സെർവ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഉണ്ടായതും ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോസ്റ്റൊക്കെ ഒരു ഇത്തിരി കൂടുതലാണ്. പക്ഷേ ആ ഒരു ആംബിയൻസും പിന്നെ എന്താ പറയുക, ആ ഒരു വൈബും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ്. ഞാൻ ആലോചിക്കരുത്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഹോട്ടലുകളും ചെറിയ ചായപ്പീടികളും അങ്ങനത്തെയൊക്കെ ഒരു ഇതുണ്ടാവില്ല. ആ ഒരു ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് എനിക്ക് അവിടെ നിന്ന് തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മോണോ റെയിൽ എടുക്കാനായിട്ട് പോയി. അങ്ങനെ മോണോ റെയിലിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മോണോ റെയിലിൽ കയറാൻ പോവാണ്. ഏകദേശം ഒരു 2 കമ്പാർട്ട്മെൻറ്റുള്ള ഒരു ചെറിയൊരു ട്രെയിനാണ് ഈ മോണോ റെയിൽമേ കൂടെ പോകുന്നത്. പക്ഷേ വിത്തിൻ 3 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തന്നെ അടുത്തടുത്ത ട്രെയിനുകൾ വരുന്നുണ്ട്. നല്ല റഷ് ഉണ്ടായിരുന്നു ഈ മോണോ റെയിലിൽ കയറാനായിട്ട് തന്നെയായാലും, കാരണം അത്രയും ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഏകദേശം മില്യൺ കണക്കിന് ആൾക്കാരാണ് ഈ സെൻറ്റോസ ഐലൻഡ് വിസിറ്റ് ചെയ്യുന്നതെന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ വന്നു. പക്ഷേ ഫസ്റ്റത്തെ ട്രെയിനിൽ നല്ല തിരക്കായ കാരണം നമുക്ക് അതിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അടുത്ത ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 2018 നോർത്ത് കൊറിയയുടെ പ്രസിഡൻ്റായിട്ടുള്ള കിം ജോണും പിന്നെ അതുപോലെ നമ്മുടെ ട്രംപും കൂടിയിട്ട് ഫസ്റ്റ് മീറ്റപ്പും ഈ രണ്ടുപേരുടെയും ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു, സെൻറ്റോസ ഐലൻഡിലായിരുന്നു. 100% ടൂറിസം മാത്രമാണ് ഈ ഒരു ഐലൻഡിൽ നടക്കുന്നത്. പ്രധാനമായിട്ട് ഇതിൽ ബീച്ചസ് വരുന്നുണ്ട്, കുറേ വാട്ടർ തീം പാർക്കുകൾ വരുന്നുണ്ട്, പിന്നെ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോ വരുന്നുണ്ട്, പിന്നെ ഫേമസ് ആയിട്ടുള്ള കാസിനോ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ബീച്ചാണ് ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി നേരെ പോകുന്നത് സെൻറ്റോസ ഐലൻഡിലേക്കാണ്. ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു നമ്മളവിടെ എത്തുമ്പോൾ. അങ്ങനെ അവിടെ ചെന്നിറങ്ങി ആദ്യം തന്നെ നമ്മൾ പോയത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാനാണ്. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. പൊരിവെയിലാണെങ്കിലും റംസാൻ്റെ സമയമായിരുന്നെങ്കിലും അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരെ കൊണ്ട് അടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടുത്തെ ഫോട്ടോ സെക്ഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് റൂമിലെത്തി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ടോവിനോയും ഏകദേശം ഇതേ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. അതിന് ചുറ്റുമായിട്ട് കുറേ ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വന്ന കുറേ ആൾക്കാരെ നമ്മളവിടെ മീറ്റ് ചെയ്തു. അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു $80 മുകളിലാണ്. സിംഗപ്പൂർ ഡോളറാണ്. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു $80 to $150 മൊത്തം അതിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒക്കെ കണ്ട് അവിടെ നിന്നും നമ്മുടെ ബീച്ചിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് നമ്മൾ യാത്ര തുടർന്നു. ഈ ഐലൻഡിൻ്റെ ഉള്ളിലും ഏകദേശം നമ്മൾ 6-7 കിലോമീറ്റർ നടന്നു. പക്ഷേ ഈ 6-7 കിലോമീറ്റർ നടന്നതൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴും ഓരോ വെറൈറ്റി സംഭവങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നടന്നതൊന്നും നമ്മൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് നമ്മൾ എൻഡിൽ ബീച്ചിൻ്റെ സൈഡ് എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ബസ്സിൻ്റെ ഷട്ടിൽ സർവീസ് ഉണ്ടെന്നുള്ളത്. എന്നാൽ കുറച്ച് നേരം യാത്ര അതിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് വന്നു, ഒരു ഓപ്പൺ ബസ്സാണ്. അങ്ങനെ അതിൽ കയറിയിട്ടായി ബാക്കിയുള്ള യാത്രകൾ. ഈ രാജ്യത്ത് അതുപോലെ തന്നെ ചൂയിങ്കം ബാൻഡാണ് കേട്ടോ. ചൂയിങ്കം നമുക്ക് മേടിക്കാനും കിട്ടില്ല, കഴിക്കാനും പറ്റില്ല. അതൊക്കെ ഫൈനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ന്യൂഡായിട്ട് നടക്കാൻ പാടില്ല, അതിന് ഫൈനുണ്ട്. പിന്നെ അതുപോലെ റോഡ് സൈഡിലുള്ള നമ്മൾ പ്രാവിനൊക്കെ ഇങ്ങനെ തീറ്റ കൊടുക്കില്ലേ, അത് കൊടുക്കാൻ പാടില്ല, അതിന് ഫൈനാണ്. അത് കേട്ടപ്പോൾ എൻ്റെ നെറ്റി ചുളിഞ്ഞുവെങ്കിലും അവർ പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ആശങ്കകൾ കാരണമാണ് ഈ ഒരു റൂളെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു കാറൊക്കെ ബൈ ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പെൻസാണ്. അതുകൊണ്ട് തന്നെ വേൾഡിൽ തന്നെ ഈ കാറ് സ്വന്തമായിട്ട് ഓൺ ചെയ്യാൻ കഴിയുന്നവരുടെ ലിസ്റ്റിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ളൊരു രാജ്യം കൂടിയാണ് ഈ സിംഗപ്പൂർ. പിന്നെ ഈ ഐലൻഡിൽ തന്നെ എടുത്തു പറയാനായിട്ട് ഒരു സ്കൈ ലൈനറുണ്ട്.
പിന്നെ സ്കൈ ജമ്പർ, പിന്നെ സ്കൈ ഹെലിക്സ്, അങ്ങനെ തുടങ്ങിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഹാരി പോട്ടറിൻ്റെ ഒരു വിഷൻ ഓഫ് മാജിക് എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. പിന്നെ ഒരു 4D അഡ്വഞ്ചറിൻ്റെ ഒരു സെക്ഷനുണ്ട്. പിന്നെ ഫയർ വർക്സിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ അത് കറക്റ്റ് ഒരു ടൈമിങ്ങിലാണ് നടക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്. പിന്നെ വാട്ടർ തീം പാർക്ക് പോലത്തെ വലിയ പാർക്കുണ്ട്, അഡ്വഞ്ചർ തീം പാർക്കുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിലെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് പതുക്കനെ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിൽ നിന്നും വേറൊരു ചെറിയ ബീച്ചിലേക്ക് പോകാനായിട്ട് ഒരു തൂക്കുപാലമുണ്ട് പോലും. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ അതിലേക്കുള്ള യാത്രയാണ്. നട്ടുച്ചയാണ്, പൊരി വെയിൽ. പക്ഷേ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, കുറേ പേര് ബീച്ചിൽ ആസ്വദിക്കുന്നുണ്ട്. വെയിലൊന്നും അവർക്കൊരു പ്രശ്നമല്ല, പിള്ളേരുകൾ കളിക്കുന്നുണ്ട്. നമ്മൾ സൺസ്ക്രീനറും അതുപോലെ ക്യാപ്പൊക്കെ വെച്ച് വെയിലിൽ നിന്ന് കവർ ചെയ്ത് നടക്കുമ്പോൾ കുറേ ആൾക്കാർ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടും അവിടെ വരുന്നുണ്ട്. അതുപോലെ ഈ ബീച്ചിൻ്റെ ഏകദേശം നടുഭാഗത്ത് എത്തിയപ്പോഴാണ് അവിടെ ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു ഏരിയ കണ്ടത്. ആ റെസ്റ്റോറൻറ്റിൽ മെയിനായിട്ട് ഡ്രിങ്ക്സാണ് അവർ സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി മ്യൂസിക് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ബെഡ് സ്പേസ് ഉണ്ട്, നമുക്ക് ബെഡ് യൂസ് ചെയ്യാം, അവിടെ നിന്ന് ഡ്രിങ്ക്സ് കഴിക്കാം, നേരെ ബീച്ചിൽ ഇറങ്ങിയിട്ട് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാം. അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്, ഒരു അടിപൊളി കോൺസെപ്റ്റായിട്ട് എനിക്കത് കണ്ടപ്പോൾ തോന്നി. അങ്ങനെ നടന്ന് നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തി. സൺഡേ ആയതുകൊണ്ടും ഓഫ് സീസൺ ആയതുകൊണ്ടും റായയുടെ മുടക്കമായതുകൊണ്ടും എന്താ പറയുക, ആവശ്യത്തിന് തിരക്ക് ആ തൂക്കുപാലത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ തൂക്കുപാലത്തിൽ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ആ ഒരു വൈബ് ആസ്വദിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർക്ക് ഈ തൂക്കുപാലമൊക്കെ ഒരു നോർമൽ തൂക്കുപാലമായിട്ട് തോന്നുള്ളൂ. പക്ഷേ എന്നാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തൂക്കുപാലത്തിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് കടന്നപ്പോഴാണ് അവിടെ ചെറിയൊരു ഐലൻഡും അതിൻ്റെ മുകളിലൊരു 2 ടവറും ഉണ്ട്. ഈ ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് നമുക്ക് കാണാനുള്ള വ്യൂ കിട്ടും. അപ്പോൾ അത് കാണാനാണ് നമ്മുടെ ഈ യാത്ര. അങ്ങനെ ആടി ഉലയുന്ന ആ തൂക്കുപാലത്തിലൂടെ നമ്മളും കുറച്ച് കളറായിട്ട് കുറച്ച് പടങ്ങളൊക്കെ പിടിച്ച് നമ്മളും യാത്ര തുടർന്നു. തിക്കലും തിരക്കലും പെട്ട് ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അപ്പുറത്തെത്തിയത്. അങ്ങനെ ഐലൻഡിലൊക്കെ ചുറ്റി നടന്ന് നേരെ നമ്മൾ ആ ടവറിൻ്റെ മുകളിലേക്കാണ് അടുത്ത് പോയത്. ഇവിടെ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഏകദേശം 2 ടവറുകളും ഒരേപോലെയാണെങ്കിലും ഒരു ടവർ മാത്രമേ ഒറ്റ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഷിപ്പുകൾ പോകുന്നത് കാണാം. ഷിപ്പുകളും ബോട്ടുകളും അങ്ങനത്തെ ആക്ടിവിറ്റീസ്. നേരെ ഇപ്പുറ സൈഡിലാണെങ്കിൽ നമ്മളിപ്പോൾ നടന്നു വന്ന ആ ഒരു ബീച്ച് ഏരിയയും അതിനോട് തൊട്ടുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും നമ്മുടെ ആ ഒരു ബസ് പോയ വഴി, അങ്ങനത്തെ ഏരിയയൊക്കെ നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റും. അവിടെയും ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരുടെ. അങ്ങനെ ഏകദേശം മുകളിലത്തെ ഇതുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ബീച്ചിലൂടെ തന്നെയാണ്. ഏകദേശം 2 മണി 3 മണി സമയമായിട്ടുണ്ട്. അപ്പോഴും ഈ ആൾക്കാർ വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് ബീച്ചിൽ കിടക്കുന്നുണ്ട്. കുറേ പേര് വെള്ളത്തിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് അതേ ബീച്ചിലൂടെ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. ഈ ഐലൻഡിലാണെങ്കിൽ 100% ടൂറിസം മാത്രമാണ് നടക്കുന്നത്. ലോക്കൽസായിട്ടുള്ള ഒരു ആൾ പോലും അവിടെ താമസിക്കുന്നില്ല. ഫുള്ളി ടൂറിസമാണ്. സിംഗപ്പൂരിലത്തെ ആൾക്കാർ, ചൈനീസ് ആൾക്കാർ ചൈനീസ് സംസാരിക്കും, മാഡ്രിൻ സംസാരിക്കും. അതുപോലെ ഇന്ത്യൻസ് തമിഴ് സംസാരിക്കും, മലയ ആൾക്കാർ മലയ് സംസാരിക്കുമെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷും ചൈനീസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇംഗ്ലീഷാണ് അവർ കൂടുതലും പ്രൊനൗൺസ് ചെയ്യുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു കൺട്രി കൂടിയാണ് ഈ സിംഗപ്പൂർ. ഈ സിംഗപ്പൂരിൻ്റെ വേറൊരു പേര് ലയൺ സിറ്റി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ലയൺ സിറ്റി എന്ന പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ രാജ്യത്ത് ഒരു ലയൺ പോലും ഇല്ല. ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും എന്താ പറയുക, ബ്രിട്ടീഷുകാർ കോളനിവൽക്കരണം പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോയി. അപ്പോൾ സിംഗപ്പൂർ മലേഷ്യയുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് വന്നു. പക്ഷേ മലേഷ്യ ഗവൺമെൻറ് എടുത്തില്ല. അങ്ങനെ സിംഗപ്പൂർ പിന്നെയും ഒറ്റയ്ക്കായി. അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു രാജ്യമായിട്ട് ആവുന്ന സമയത്ത് സിംഗപ്പൂർ ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കയറി വന്നതിൽ അവർക്ക് പല രീതിയിൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ അവരെടുത്ത ഒരു തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയാനായിട്ട് ആ സമയത്ത് സിംഗപ്പൂർ ഉണ്ടായിരുന്നത് ശരിക്കും എന്താ പറയുക, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, മലേഷ്യക്കാരുണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ചൈനക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ എന്താ പറയുക, ബ്രിട്ടീഷുകാർ പോയപ്പോൾ പ്രധാനമായിട്ട് അവർ ചെയ്തു വെച്ച് പോയൊരു കാര്യമാണ് ഈ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിച്ചിട്ടാണ് പോയത്. സെയിം അവസ്ഥ തന്നെ മലേഷ്യയിലും കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് തല്ലിച്ച് അവർ പോയി. അത് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് നമ്മളിപ്പോഴും അത് പറഞ്ഞ് തല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിംഗപ്പൂരിയൻസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ഏരിയയിലും അവർ യൂണിറ്റി കാണിച്ചു.
അതായത് ഒരു ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനതയുടെ ഇത്ര പെർസെൻറ്റേജ് ഇന്ത്യൻസ് അതിൽ വേണം, ഇത്ര പെർസെൻറ്റേജ് ചൈനീസ് അതിൽ വേണം, ഇത്ര പെർസെൻറ്റേജ് മലയാൾക്കാർ അതിൽ വേണം, അങ്ങനെയാക്കി തീരുമാനം. ഒരു ഇന്ത്യൻസിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഇന്ത്യൻസിന് കൊടുക്കില്ല. അതുകൊണ്ട് എന്താ, ഒരു താമസിക്കുന്ന ഏരിയയിലും എല്ലാവരും കൂടി യുണൈറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവർക്കിടയിലൊരു പ്രശ്നങ്ങളില്ല, ഭിന്നതകളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല, എല്ലാവരും ഒരുമിച്ച്. അങ്ങനെ നമ്മൾ സെൻറ്റോസ ഐലൻഡിലെ പരിപാടികളൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് മോണോറയിൽ കയറി തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ളൊരു ഐലൻഡ്, ശരിക്കും ടൂറിസം മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഐലൻഡ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് 2-3 മെട്രോ ഒക്കെ കറങ്ങി അടിച്ച് പിന്നെയും സെൻറ്റർ ഓഫ് ദ പോർഷൻ സിംഗപ്പൂരിൻ്റെ മെറീന ബേ, ഗാർഡൻ ബൈ ദ ബേ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ ബൈ ദ ബേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഉള്ളിലാണ് ഇത്രയും വലിയൊരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുക, നമ്മുടെ തൃശ്ശൂർ ഒത്ത നടുക്ക് തേക്കിൻകാട് മൈതാനം സ്ഥിതി ചെയ്യുന്ന പോലെ എന്താ പറയുക, അതിലും വലിയൊരു സെറ്റപ്പായിട്ടാണ് ഈ ഗാർഡൻ നിൽക്കുന്നത്. ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ കണ്ടത് ഒരു ഡേ ലൈഫിലുള്ള വ്യൂ ആണെങ്കിൽ ഈ കണ്ട സ്ഥലങ്ങൾക്കൊക്കെ ഒരു നൈറ്റ് വ്യൂ കൂടി ഉണ്ട്. നൈറ്റ് വ്യൂ ഇതിലും അടിപൊളിയാണ്. ഫുള്ള് ലൈറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ. ജയൻറ്റ് വീല് ഡേയിൽ കണ്ടപ്പോഴും നൈറ്റ് കണ്ടപ്പോഴും ഞാനത് മൂവ് ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത്ര വലിയ വീലായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരു നൈറ്റ് വ്യൂ. ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് നമ്മളൊരു 15 മിനിറ്റ് അവിടെ ഒരു ലൈറ്റ് ഷോ വരെ ഉണ്ട്. ഇത്രയും ആംബിയൻസിൻ്റെ നടുവിൽ ആ നദിയിലൂടെ ബോട്ട് സഫാരി ഉണ്ട്. ആവശ്യമുള്ളവർക്ക് അതും ചൂസ് ചെയ്യാം. അതും ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഈ മെറീന ബേയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള മെർലിയൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഐക്കോണിക് സ്റ്റാച്ചു ആണ് ഈ മെർലിയൻ എന്ന് പറയുന്നത്. ഇവിടെയും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നിറച്ച ആൾക്കാരാണ് തിങ്ങിത്തിറഞ്ഞ് നിൽക്കുന്നത്. സിംഗപ്പൂർ വളരെയധികം എക്സ്പെൻസീവ് കൺട്രി ആയ കാരണം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ മലേഷ്യയിലായ കാരണം മലേഷ്യയിൽ നിന്ന് വന്ന് പോവുകയാണ് ചെയ്തത്. അതായത് മോർണിംഗ് ഒരു 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വൈകിട്ട് ഒരു 12 മണി വരെ സിംഗപ്പൂർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മൾ മലേഷ്യയിലേക്ക് തന്നെ വരും. അങ്ങനെ ഏകദേശം ഒരു 2 ദിവസം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തത്. അതുകൊണ്ട് തന്നെ അക്കോമഡേഷനും അതേപോലെ ഫുഡിൻ്റെയും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. സൺഡേയ്സിൽ മാത്രമായിട്ട് ആ സൂപ്പർ ട്രീ ഗ്രൂവിൻ്റെ അവിടെ ലൈറ്റ് ഷോ ഉണ്ട്. രാത്രി ഒരു 15 മിനിറ്റുള്ള ലൈറ്റ് ഷോ ആണ്. ലൈറ്റ് ഷോ എന്ന് വിചാരിച്ച് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പൂരത്തിനുള്ള ആളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പൂരത്തിന് നിന്ന് നമ്മളെന്താ പറയുക, അവസാനത്തെ വെടിക്കെട്ട് കാണുന്ന അല്ലെങ്കിൽ മറ്റെന്താ പറയുക, അവസാനത്തെ മേളം കാണുന്ന ഒരു ഫീലിലാണ് ആൾക്കാർ നിലത്ത് കിടന്നിട്ടാണ് മുകളിലേക്ക് കാണുന്നത്. കാരണം ഈ ട്രീയിലാണ്, എല്ലാ ട്രീയിലും ലൈറ്റ് ഇട്ടിട്ട്
ഒരു ദിവസം തന്നെ ഏകദേശം 20 കിലോമീറ്ററിൻ്റെ മുകളിൽ നടന്നു. അതുപോലെ 2 ദിവസം എടുത്തിട്ടാണ് ഇത്രയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് എ വൈബ്രൻറ്റ് ആൻഡ് യൂണിക് ബ്ലെൻഡ് ഓഫ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.